അപ്പം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു ദാറ്റ് ഓസിലേഷനെ കുറിച്ചായിരുന്നു പറഞ്ഞത് അല്ലേ ലാസ്റ്റില്. ഔട്ട്സൈഡ് മൂവ്മെന്റും നമ്മുടെ തന്നെ ഔട്ട്സൈഡ് മൂവ്മെന്റും മറ്റേ വെളിയിലത്തെ മൂവ്മെന്റ് ഉണ്ട് കാണുന്നുണ്ട്, മോഡിഫിക്കേഷൻസ് ചേഞ്ച് മൂവ്മെന്റ് ഉണ്ട്. നമ്മുടെ മൂവ്മെന്റും എക്സ്റ്റേണൽ മൂവ്മെന്റ്സും അത് രണ്ടും റിലേറ്റീവ് ആണ്. പിന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ വെളിയിലത്തെ റിയലായിട്ട് എടുക്കുവാണെങ്കിൽ ഇഫ് കളർ ഇസ് എ റിയാലിറ്റി, അതായത് ഈ എക്സ്റ്റൻഷൻ continuous extension is a reality. It should be the same with oscillation which takes place in some way at its interior. അപ്പോൾ ഈ മൂവ്മെന്റ് നടക്കുമ്പം അതിനനുസൃതമായിട്ട്, അതായത് ആന്തരികമായിട്ട് നടക്കുന്ന പെർസെപ്ഷൻ പ്രകാരമാണെങ്കിൽ ആ മൂവ്മെന്റ് will be in accordance to that what you call some perceptions, and therefore there will be oscillations. അപ്പം പുറത്തെ മൂവ്മെന്റ്സ് റിയൽ ആണെങ്കിൽ അകത്തെ കൂടെ റിയൽ ആയ കൂടെ, in the sense if it has oscillations, vibrations, നിശ്ചലതയില്ല. Should we, because of its absolute character, still call them movements? ഇതിന്റെ അകത്ത് ഈ നമ്മൾ കഴിഞ്ഞു വന്നത് ഹ്യൂമൻ പെർസെപ്ഷൻ, ഈ മൂവ്മെന്റിന് ഒരു ഹ്യൂമൻ പെർസെപ്ഷൻ നമ്മള് കൊടുക്കണമോ അല്ലെങ്കിൽ അല്ലേ? ഹ്യൂമൻ പെർസെപ്ഷൻ ഉണ്ടല്ലോ, അത് ആ ഹ്യൂമൻ പെർസെപ്ഷൻ ബോഡി ആയിട്ട് എടുക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ, അതായത് റിലേറ്റീവ് മൂവ്മെന്റ് നടക്കുമ്പം അതൊരു എക്സ്റ്റൻഷൻ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്, എക്സ്റ്റൻഷൻ ആണ്. ആ എക്സ്റ്റൻഷൻ എടുക്കുമ്പം അത് എന്തിന്റെ എക്സ്റ്റൻഷൻ, മാറ്ററിന്റെ ബോഡി എന്നും പറഞ്ഞ് അങ്ങനെ പോവുകയാണെങ്കിൽ മീൻസ് മാറ്റർ കുഡ് ബി, മൂവ്മെന്റ് കുഡ് ബി ഇനി ഓബ്ജക്റ്റ് പന്താകാം, അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു പ്ലാനറ്റ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും, or it could be small other particle, anything. But then if you take that moving ബോഡി എന്ന് പറയുന്നത് പന്തും മറ്റേതും ഒന്നും അല്ലാതെ ഒരു ബോഡി തന്നെ ഹ്യൂമൻ ബോഡി ആയിട്ട് എടുക്കുവാണെങ്കിൽ, അങ്ങനെ എടുക്കുവാണെങ്കിൽ അപ്പോൾ അതിന് മാറ്റർ ഉണ്ട്. പക്ഷേ മാറ്ററിനുപരി വേറെ ഒന്നുണ്ട്. പക്ഷെ ആ മാറ്റർ പാർട്ട് എടുത്ത് ആ സെൻസസിന്റെ തലത്തിലോ അല്ലെങ്കിൽ ആ മൈൻഡിന്റെ തലത്തില് അതിന്റെ ഓരോ മൂവ്മെന്റും അത് കാണുന്നതും വിഷ്വലൈസ് ചെയ്യുന്നതും ഒക്കെ ഫ്രാഗ്മെന്റഡ് ആണ്. അപ്പോ ഇറ്റ്സ് ഞാൻ എടുക്കുന്ന ഇന്റർഫിയർ ചെയ്യട്ടെ. ഈ എസ്റ്റാഷിനെ കുറിച്ച് എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിട്ടില്ല. ഇതിന്റെ ഈ എസും ഒരു ഒരു എസ്റ്റാഷ് കണക്കൊന്ന് അദ്ദേഹം പറഞ്ഞു. ടു സിസ്റ്റം എസ് ആൻഡ് എസ്റ്റാഷ് കട്ട് ഔട്ട് മോർ ഓർ ലെസ് ആർട്ടിഫിഷ്യലി ഇൻ മാറ്റർ. അതായത് ഇതിനു മുമ്പേ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, അതായത് അതോടൊന്ന് മനസ്സിലാവുമ്പോഴാണ് ഈ എസ് പ്രൈമിന്റെ കാര്യം കുറച്ചുകൂടി പിടികിട്ടുന്നത്. അതായത് അവര് പറയുന്നത് ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ മോളിന്ന് പറഞ്ഞുകൊണ്ട് വന്നു പിന്നെ ഒരു വിഷ്വൽ പെർസെപ്ഷൻ, ഒരു ബോഡി, ഒരു ഹ്യൂമൻ ബോഡി എടുക്കുമ്പം, ഒരു ബോഡി ആയിട്ട് എടുക്കുമ്പോൾ മാറ്റർ ആണ്, മാറ്റർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷെ ഒരു വിഷ്വൽ പെർസെപ്ഷൻ ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ, ബോഡി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, it is made up of, you can say it's a human also, results from fragmentation which we could make on a colored surface. അതായത് നമുക്ക് ആ പെർസെപ്ഷൻ ഉള്ളത് കൊണ്ടാണ്, ആ വിഷ്വൽ പെർസെപ്ഷൻ നിമിത്തമാണ് നമുക്ക് ഈ മൂവ്മെന്റ് കാണാൻ പറ്റുന്നത്. അപ്പോ പിന്നെ താഴോട്ട് വരുമ്പം പിന്നെ ജസ്റ്റ് ബിഫോർ എസ് പ്രൈം കുറച്ചുകൂടി മുകളിലോട്ട് പോകുമ്പം ഓൾ മൂവ്മെന്റ്, ഈവൻ അവർ ഓൺ
in as much as it is seen from outside and visualized is therefore relative. Relative to what? Relative to not only not our motion അവിടെ ഉണ്ട്, our movement ഉണ്ട്. പക്ഷെ പുറത്ത് ചില മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, മറ്റേ ബോഡീസിന്റെ മറ്റേ ചില ഡിസ്പ്ലേസ്മെന്റ്സ് ഉണ്ടല്ലോ. We see movement being produced. All that we are sure of is that somewhere a modification is accomplished outside of the universe. അതവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊപ്പം നമ്മുടെയും ചില കാര്യങ്ങള് പുറത്തുനിന്ന് നമ്മൾ സെൻസസിന്റെ തലത്തിൽ നിന്ന് വീക്ഷിച്ചാൽ നമ്മുടെ മൂവ്മെന്റ്സ് ഉണ്ട്. നമ്മുടെ മൂവ്മെന്റ്സ് മറ്റേ യൂണിവേഴ്സിൽ നടക്കുന്ന മൂവ്മെന്റ്സിന്റെ അപേക്ഷിച്ച് അത് റിലേറ്റീവാണ്, റിലേറ്റീവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പം, അങ്ങനെ എടുക്കുമ്പം വെളി കാണുന്നത് ആ സെൻസ് ലെവലിൽ ഇത് കാണുമ്പം അത് റിയാലിറ്റി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? റിയൽ ആണെന്നല്ലേ പറയുന്നത്. പെർസെപ്ഷൻ വെച്ച് നോക്കുമ്പോൾ റിയൽ ആണ്. So if color is a reality, it should be the same with the oscillation which takes place in some way at its interior. എന്ന് പറഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന സംഗതികളുടെ കൂടെ ഒപ്പം ഉള്ളിൽ ഒരു വർക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഇതിനു മുമ്പ്, ഇന്നർ ജോമെട്രി ഫ്രെയിം ഉണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ അതും കാണും. അപ്പൊ അങ്ങനെ വരുമ്പം ആ ഇന്നർ ഇതില് അതിനെ കുറിച്ച് ഗ്രഹിക്കുമ്പം, പെർസീവ് ചെയ്യുമ്പം, സെൻസ് തലത്തിൽ പെർസീവ് ചെയ്യുമ്പം, മൈൻഡ് തലത്തിൽ മൈൻഡ് അപ്പൊ എങ്ങനെ നിൽക്കുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെൻസസ്. അപ്പൊ ഓസിലേഷൻസ് ഉണ്ടാകും, വൈബ്രേഷൻസ് ഉണ്ടാവും ഇൻ ദ ഇന്റീരിയർ. അപ്പൊ അതെവിടെ ഉണ്ടാവുന്നത്? വൈബ്രേഷൻസ് എപ്പോഴും നിശ്ചലത്വം വരണം മൈൻഡില്, പക്ഷെ എപ്പോഴൊന്നും നിശ്ചലത്വം ഇല്ല, വൈബ്രേഷൻസ് ഉണ്ട്, ചലനമുണ്ട് ഇൻ ദ ഇന്റീരിയർ. അപ്പൊ അങ്ങനെയുള്ളപ്പം should be, because of its absolute character, still called the movement. ഏത് ഈ ഓസിലേഷൻ അകത്തുള്ളത് അത് മൂവ്മെന്റ് ആയിട്ട് എടുക്കണോ? ഓൺ ദ അതർ ഹാൻഡ്, how should we place in the same rank the act by which these real oscillations, which are elements of a quality participating in what? Why is this oscillation? From where does this oscillation come? Whether it is between the outer and the inner core, is it that oscillation that he is referring to? The oscillation can refer to ഒരു മനസ്സിനകത്തുണ്ടാവുന്ന ചില ചിന്തകളും മറ്റേ പല കാര്യങ്ങളും സ്പെക്കുലേഷൻ ചെയ്യുമ്പം അത് പിന്നെ ഇഫ് ഇറ്റ് ഇസ് ഇൻ അൺകണ്ടീഷൻ മൈൻഡിൽ ഉണ്ടാവുമ്പോൾ അവിടെ ഓസിലേഷൻസ് ഉണ്ടാവില്ല. ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻസ് ആയിട്ട് എടുത്താൽ ആരും ഓസിലേറ്റ് റിലേറ്റിവിറ്റി പ്ലെയിൻ. അപ്പം റിലേറ്റിവിറ്റി പ്ലെയിനില് നമ്മൾ പറയുന്നത് എന്തിന്റെ റിലേറ്റിവിറ്റി? മൂവ്മെന്റിന്റെ റിലേറ്റിവിറ്റി. അപ്പൊ ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെ വെച്ച് മൂവ്മെന്റ്? എക്സ്റ്റേണൽ മൂവ്മെന്റ്, ഇന്റേണൽ മൂവ്മെന്റ്, രണ്ട് കാര്യം പറയുന്നുണ്ട്. പെർസെപ്ഷൻ ആൻഡ് പെർസീവിങ് ആൻഡ് കൺസീവിങ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പെർസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെൻസസും കൊണ്ട്, കൺസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൈൻഡും കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഹയർ അവയർനെസ്സും കൊണ്ട്. അല്ല, നമ്മൾ അത് പറയുന്നത് കറക്റ്റാണ്, നമ്മൾ പറയുന്നത് ശരിയാണ്. അത് നമ്മൾ ആ പ്യൂർലി ഒരു മെറ്റാഫിസിക്കൽ കൺസ്ട്രക്ഷൻ, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന ഈ മാറ്റർ അല്ലെങ്കിൽ ട്രൂ, ഇദ്ദേഹം പറയുന്ന ഒരു മൂവ്മെന്റ് അദ്ദേഹം പറയുന്നുണ്ട്. ഫ്രം ദ ഇന്നർ ആൻഡ് ഔട്ടർ കോർ പറയുന്നുണ്ട്. ഔട്ട്സൈഡ് അത് ഓൾ മൂവ്മെന്റ് ഈവൻ അവർ ഓൺ in as much as it's seen from outside and visualized is the reality. The nature and exact things are not what's more goes without saying that it's only one of these are therefore also relative. Then also make clear if the color is a reality should be seen with the oscillations which take place in some way at its interiors. Should be because of absolute characteristic called the movement. Okay. അപ്പൊ ഈ കളറിന് അതാണ് ഔട്ടറും ഇന്നറും പറയുന്നത് അല്ലേ?
അതെ. അപ്പൊ ഒരു കാര്യം നമുക്ക് മറക്കരുത്, നമ്മൾ ഒരു കാര്യം മറക്കരുത്, ഞങ്ങളുടെ ഈ സ്ട്രക്ചർ സ്കീമ മോട്ടോർ പ്രകാരം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആ സ്ട്രക്ചറിനെ കുറിച്ച് ഉള്ള ഒരു മോഡലിനെ കുറിച്ചാണ് ബർഗ്സൺ പറയുന്നത്. ആൻഡ് ദാറ്റ് ടു റിലേറ്റഡ് ടു ദ ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. അത് വെച്ചുകൊണ്ടാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് പുള്ളിക്കാരന്, വിത്ത് റെഫറൻസ് ടു ദാറ്റ്. ആൻഡ് therefore we are applying this relativity movement to a body. അപ്പോ ആ ബോഡി ഉണ്ട്, ഒരു ബോഡി ഉണ്ട്, ഒരു ഐറ്റ് ഓഫ് മൂവ്മെന്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഇങ്ങനെ തുടങ്ങി വരുന്നത്. അപ്പൊ എക്സ്റ്റേണൽ മൂവ്മെന്റും ഇന്റേണൽ മൂവ്മെന്റും അതാണ് കമ്പാരിറ്റ്. അപ്പൊ അവിടെ ഉണ്ട് ഒരു റിലേറ്റിവിറ്റി ഉണ്ട്. നമുക്ക് തന്നെ ഇപ്പം ബോഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി എടുത്താലും നമ്മുടെ ആക്ഷൻസും നമ്മുടെ മൂവ്മെന്റ്സും അത് ബാഹ്യമായ പ്രകൃതിയിൽ ഉണ്ടാവുന്ന ചില മൂവ്മെന്റ്സ് ഓഫ് അതർ ബോഡീസ്, അതിനെ അപേക്ഷിച്ച് ഈ നമ്മുടെയും ഔട്ടർ മൂവ്മെന്റ്സ് ഇത് റിലേറ്റീവ്. പിന്നെ അതിനുപരി വേറെ ഒന്നുകൂടെ ഉണ്ട്. അതിന് തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞില്ല ആന്തരികമായിട്ട് നടക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടെന്ന്. അതായത് ഇവിടെ പറഞ്ഞത് ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് ജസ്റ്റ് റീഡിംഗ് ദോസ്. അപ്പൊ എനിക്ക് ഇപ്പൊ മനസ്സിലായി. അതായത് ഈ കളറും അത് വന്നിട്ട് കളർ നമുക്ക് കാണുവാണെങ്കിൽ അത് ഒരു ഇന്നറിലേക്കും ഇന്നർ റിയാലിറ്റിയും ഉണ്ട്. അപ്പം അത് ഇറ്റ് ഷുഡ് ബി സെയിം വിത്ത് ഓബ്സർവേഷൻ ടേക്ക് പ്ലേസ് ഇൻ ഷുഡ് ബി ബിക്കോസ് ഓഫ് അബ്സല്യൂട്ട് ക്യാരക്ടർ. അപ്പം ഈ പറയുന്നത് സെയിം വിത്ത് ഓബ്സർവേഷൻ ടേക്ക് പ്ലേസ് ഇൻ സം വേ അവിടെ ഉദ്ദേശിക്കുന്നതാണ് ഇഫ് കളർ ഈസ് എ റിയാലിറ്റി ഇറ്റ് ഷുഡ് ബി ദ സെയിം വിത്ത് ഓസിലേഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ സം വേ അറ്റ് ഇറ്റ്സ് ഇൻഫീരിയർ. അപ്പൊ വെളിയില് ചലനാത്മകമായ ആ ബാഹ്യമായുള്ള ആ മൂവ്മെന്റ്സ് നമ്മുടെയോ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നടക്കുമ്പം നമ്മൾ പുറത്തു നിന്നുള്ളത് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആരും കണ്ടിട്ട് ഇവിടെ ഉള്ളിൽ ഒരു വർക്കിംഗ് ഔട്ട് നടക്കത്തില്ലേ ഇന്റീരിയറില്, മനോതലത്തിൽ. അപ്പൊ അത് നെഗറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു അബ്സല്യൂട്ട് കോൺസെപ്റ്റിൽ എടുക്കുമ്പോഴത്തേക്ക് അത് മൂവ്മെന്റ്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? അതാണ് അവർ ചോദിക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ്, ഹൗ ഷുഡ് ബി പ്ലേസ് ഇൻ ദ സെയിം റാങ്ക് ദ ആക്ട് by which these real oscillations, which are elements of a quality participating in what has an absolute status, as quality propagating itself across spaces, and the displacement which is altogether relative and which is necessary reciprocal as pertaining to two systems S and S prime cut out more or less artificially in matter. അപ്പോ അവര് ചോദിക്കുന്നത്, ഇദ്ദേഹം ചോദിക്കുന്നത് ഈ ഓസിലേഷൻ അകത്ത് നടക്കുന്ന ആ ഓസിലേഷൻ ഏത് റെൽമിലാണ് അത് നടക്കുന്നത്, ഏത് ഡൊമെയിനിലാണ് അത് നടക്കുന്നത്? ഓസിലേഷൻസ് ആണ്, ഇന്റീരിയർ ഓസിലേഷൻസ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദാറ്റ് ടാഞ്ചിബിൾ ഗ്രോസ് വേൾഡിലല്ല, ബട്ട് ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സട്ടിൽ ഇന്റീരിയർ വേൾഡ്, ഇല്ലേ? ദാറ്റ് ഈസ് മൈൻഡ് ഓർ അവയർനെസ്. ഇന്റീരിയർ എന്ന് ഉദ്ദേശിക്കുന്ന അതല്ലേ, പുറത്ത് കണ്ട സംഭവത്തിന് അനുസൃതമായിട്ട് നമുക്ക് മൈൻഡിൽ ചില ഇംപ്രഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. അതുണ്ടല്ലോ തീർച്ചയായിട്ടും. ആ മൂവ്മെന്റ് നടക്കുമ്പം നമ്മുടെ ഉള്ളിലും അതനുസരിച്ചല്ലേ ആക്ഷൻസ്. എസ് ആൻഡ് എസ് പ്രൈം വരുമ്പോ ആദ്യമേ നമ്മൾ ഈ കാര്യം, ഇതിന്റെ ഈ ഓസിലേഷന്റെ കാര്യം രണ്ട് രീതിയിൽ കാണണം. ഓസിലേഷൻ ഒന്ന് റിയൽ ആയിട്ടാണ് നമുക്ക് കരുതാമെന്ന് പറയുന്നു. അപ്പൊ റിയൽ ആയിട്ട് കരുതുവാണെങ്കിൽ ഓസിലേഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ ക്വാളിറ്റി ഉണ്ടെന്നാ പറയുന്നത്. കളറും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ ഇംപ്രഷൻസ് ഒക്കെ ഉണ്ട്.
അപ്പോ ആബ്സല്യൂട്ട് സ്റ്റാറ്റസ് വരുന്നു. ആബ്സല്യൂട്ട് സ്റ്റാറ്റസിൽ വരുമ്പം എങ്ങനെ വേണം? രണ്ട് സിസ്റ്റം ഉണ്ട്, ടു സിസ്റ്റം, എസ് ആൻഡ് എസ് പ്രൈം. ദാറ്റ് ഈസ് ഓൾസോ അങ്ങനെ രണ്ട് സിസ്റ്റം എടുക്കുവാണെങ്കിലും ഇറ്റ് ഈസ് കട്ട് ഔട്ട് മോർ ഓർ ലെസ് ആർട്ടിഫിഷ്യലി ഇൻ മാറ്റർ. അപ്പൊ അത് നമ്മൾ എങ്ങനെ എടുക്കുമെന്നാണ് പറയുന്നത്. How do we take it? So on the other hand, how should we place in the same rank the act by which these real oscillation, which are elements of a quality participating in what has an absolute status? ഇത് സംഭവിക്കുന്ന എവിടെയാണ് ഓസിലേഷൻ? ആബ്സല്യൂട്ട് സ്റ്റാറ്റസ് കോൺഷ്യസ്നെസ് ലെവലിലല്ലേ വരുന്നത്, പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്, അവയർനെസ്സിന്. അവിടെ അങ്ങനെ ക്വാളിറ്റി ആയിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ മൂവ്മെന്റ് ആയിട്ട് വിളിക്കാൻ പറ്റുമോ? ഈ ഡിസ്പ്ലേസ്മെന്റ് മൂവ്മെന്റ് ആയിട്ട് വിളിക്കാൻ പറ്റുമോ? ആൻഡ് വിച്ച് ഇസ് നെസസറി റെസിപ്രോക്കൽ. ആ മൂവ്മെന്റ് റെസിപ്രോക്കലുമാണ്. ഈ ആന്തരികമായിട്ട് നടക്കുന്ന കാര്യം റെസിപ്രോക്കലുമാണ് പുറത്തുമായിട്ടുള്ള മൂവ്മെന്റുമായിട്ട് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ പെർട്ടൈനിങ് ടു അങ്ങനെ പുറത്തും അകത്തും നടക്കുന്നത്, അല്ലെങ്കിൽ അകത്തും പുറത്തും നടക്കുന്നത് എസും എസ് പ്രൈമായിട്ട് എടുത്താൽ വൺ സ്പീക്സ് ഓഫ് മൂവ്മെന്റ് ഹിയർ ആസ് വെൽ ആസ് ദെയർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നടക്കുന്ന ഒരു മൂവ്മെന്റും വെളിയിൽ നടക്കുന്ന ഒരു മൂവ്മെന്റുമായിട്ട് എടുത്താൽ, അത് എസും എസ് പ്രൈമുമായിട്ട് എടുത്താൽ, ഡസ് ദാറ്റ് ഹാവ് ദ സെയിം മീനിങ് ഇൻ ബോത്ത് കേസസ്? എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ടിസ്റ്റിന്റെ ആ ലെവൽ, ആ റെൽമില് ഈ ഓസിലേഷൻ നടന്നാൽ ആ മൂവ്മെന്റിന് നമ്മൾ എന്തോ പറയും? ആ മൂവ്മെന്റിന് പ്രോപ്പഗേഷൻ എന്ന് പറയുമോ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുമോ? അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, mental waves will be involved. Mental waves, like light waves, will be propagated in the form of particles, quanta, packets of energy എന്ന് പറയാറുണ്ട്. They are emitted as packets of energy. പക്ഷെ ഇപ്പൊ റീസെന്റ് ക്വാണ്ടം തിയറി പ്രകാരം വെച്ച് പറയുമ്പം കോർപ്പസ്കുലർ തിയറി പറയുന്നില്ല, പാർട്ടിക്കിൾസ് ആയിട്ട് കോർപ്പസ്കുലർ തിയറി വേവ് തിയറി പ്രകാരം പറയുന്നത്. അപ്പോൾ ഇന്റീരിയർ ആയിട്ടുള്ള നടന്ന മൂവ്മെന്റ്, ബാഹ്യമായിട്ട് നമ്മുടെ മൂവ്മെന്റ് നടന്നതിനനുസൃതമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായ ചില ഇന്റീരിയർ എന്താ പറയാം, കൺസെപ്ഷൻ പുറത്തുള്ള പെർസെപ്ഷൻ പ്രകാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടായ ആ കൺസെപ്ഷൻ, അതുണ്ടായ ആ ഇന്റീരിയർ, അത് മനോതലത്തിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ അവയർനെസ് ലെവലിൽ ഉണ്ടാകാം. അവയർനെസ് ലെവലിലാണെങ്കിൽ ആബ്സല്യൂട്ടിസ്റ്റിന്റെ ഒരു ലെവലിലാണ്. മനോതലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഓസിലേഷൻസ് ഉണ്ടാവും, വൈബ്രേഷൻസ് ഉണ്ടാവും. മനസ്സിലാക്കാൻ ശ്രമിക്കുക, എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ വരുമ്പം രണ്ട് റിലേറ്റീവ് മൂവ്മെന്റ്സ് എടുക്കുമ്പം, ഒന്ന് എസും മറ്റേത് എസ് പ്രൈമും. എസ് എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ടേക്സ് പ്ലേസ് ഹിയർ എന്ന് പറയുമ്പം നമ്മുടെ ആന്തരികമായിട്ടുള്ളതെന്ന് എടുക്കും, ആസ് വെൽ ആസ് ദെയർ ഔട്ട് ഇൻ ദ യൂണിവേഴ്സും നടക്കുന്നു. അത് രണ്ടും അങ്ങനെ നടക്കുമ്പം നൗ ഈ വേർഡ് നമ്മൾ ഉപയോഗിക്കേണ്ട, മൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ മൂവ്മെന്റ് എന്തുവായിരിക്കണം? ഷുഡ് ഇറ്റ് ബി എ പ്രോപ്പഗേഷൻ ആസ് ഇൻ ദ ഫസ്റ്റ് കേസ്, ഓർ എ ട്രാൻസ്പോർട്ട് ഇൻ ദ സെക്കൻഡ്? കുറച്ചുകൂടെ വ്യക്തമായിട്ട് അങ്ങനെ പറയണോ? മൂവ്മെന്റ് എന്ന് മാത്രമല്ല, ഇങ്ങനെ കുറച്ചുകൂടെ വ്യക്തമാക്കണോ എന്നാ അവർ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്? കാരണം നമ്മുടെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ എയിം എന്താണ്? ബെർഗ്സണിന്റെ പിന്നെ വാട്ട് ഈസ് ഹിസ് വാട്ട് ഈസ് ഹി എയിമിങ് അറ്റ്? അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ട്രക്ചറലിസം അതിന്റെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചില ഡെവലപ്മെന്റ്സിനെ കുറിച്ച് മുൻകൂട്ടി കണ്ട് പ്രെഡിക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോ and it is dealt with respect to taking into consideration the relativity theory, where there is movement, where you have an
later when you go to see there is an observer, something which does not move, something which moves, അതൊക്കെ ഉണ്ട്, അത് പിന്നീട് വരും. അപ്പോൾ ഇതിനകത്ത് ഈ തിയറിക്കകത്ത് മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് പുള്ളിക്കാരൻ പിതുക്കെ ആ മൂവ്മെന്റിലോട്ട് വന്നിട്ട് ആ മൂവ്മെന്റ് വഴിയിൽ മാത്രമല്ല അതായത് ബാഹ്യ ലോകത്തിൽ മാത്രമല്ല ആന്തരികമായിട്ടും ഒരു മൂവ്മെന്റ് ഉണ്ട് എന്ന് അങ്ങനെ ആ റിലേറ്റിവിസ്റ്റിക് തിയറിയുടെ സാമ്യം വരുത്തുന്ന രീതിയിൽ ഫിലോസഫി കൊണ്ടുവരുന്നുണ്ട്. ഫിലോസഫിക്കൽ വാട്ട് യു കോൾ ദാറ്റ് വ്യൂ ഇതിനകത്ത് കൊണ്ടുവരുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ആ റിലേറ്റിവിസ്റ്റിക് തിയറിക്ക് ഒരു സ്ട്രക്ചറലിസത്തിന് കുറച്ചുകൂടെ ഒരു എന്താണ് ജെന്യുവൻനെസ് വരുന്നതെന്നുള്ള രീതിയിൽ കൊണ്ടുവരുവാണ്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരുവാണ് ഇപ്പൊ ഇതൊക്കെ ആ ഫിലോസഫിക്കൽ അപ്രോച്ചിൽ. കാരണം ഒരു അതിന്റെ ഈ സെക്ഷനിന്റെ 2ാമത്തെ പാരഗ്രാഫിന്റെ 3 ലൈൻ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, he does this by giving his own revised version of the model of structuralism which would result when such a reciprocity is fully understood in the light of philosophy in general. Bergson's own structural prognostics 2ാമത്തെ പാരഗ്രാഫില് the realistic picture, അത് കിട്ടിയോ? The realistic picture presented to us by Bergson is to be found in the context of finalizing his arguments in favor of reciprocity as against one-sided relativity. അപ്പോ one-sided relativity is what? The real part. റിയൽ ആയിട്ട് തോന്നിക്കുന്നത് അല്ലേ? റിയൽ ആയിട്ട് തോന്നിക്കുന്നത് അതല്ല. റെസിപ്രോസിറ്റി ഉള്ളത് വേണം എന്ന് പറഞ്ഞാൽ ഐഡിയലിസം വരണം. റിയലിസ്റ്റിക് മാത്രം വരാതെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ആ ഒരു പിന്നെ പോയിന്റൂടെ വരണം. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ബെറ്റർ. എന്നിട്ട് അതെങ്ങനെ അദ്ദേഹം ചെയ്യുന്നതെന്ന് അടുത്ത ലൈനിൽ എഴുതുന്നുണ്ട്. ഹി ഡസ് ദിസ് ബൈ ഗിവിംഗ് ഹിസ് ഓൺ വേർഷൻ ഓഫ് ദ മോഡൽ ഓഫ് സ്ട്രക്ചറലിസം വിച്ച് വുഡ് റിസൾട്ട് വെൻ സച്ച് എ റെസിപ്രോസിറ്റി is fully understood not only from the point of realism but in the light of philosophy in general. അപ്പൊ ആ ഒരു ശ്രമമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. He is trying to connect what is real, what we have seen outside through perception of our senses, be it of any other movement in the universe or our own external movement. അത് വിഷ്വലൈസ് ചെയ്ത് കണ്ടത് അതായാലും അത് രണ്ടും എടുത്താൽ ആ വിഷ്വലൈസേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം ആന്തരികമായിട്ടുണ്ടാകുന്ന ചില വൈബ്രേഷൻസും ഉണ്ടാവും. അതിനെ മനനം ചെയ്ത് അതിനെ മനസ്സിലാക്കുന്ന അതിനെ ഗ്രഹിക്കുന്നത്. സോ ഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പെർസീവ് ചെയ്യുന്ന 2 തലത്തിലുണ്ടാകാം. പെർസെപ്ഷൻ അറ്റ് ദ സെൻസ് ലെവൽ എക്സ്റ്റേണൽ ആയിട്ടിരിക്കുമ്പോൾ, പെർസെപ്ഷൻ അറ്റ് ദ മൈൻഡ് ലെവലും ഉണ്ടാകാം. ഡിനൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോ അങ്ങനെ മൈൻഡ് ലെവലിൽ പെർസെപ്ഷൻ വന്നാൽ പുറത്ത് ഈ വൈബ്രേഷൻ ഇങ്ങനെ നടക്കുന്നു, അങ്ങോട്ട് ഓടി ഈ പോയിന്റിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നു, ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. മനസ്സിൽ നമ്മൾ അങ്ങനെ പിന്നെ ബന്ധങ്ങളുണ്ട്, അത് സ്പേസ് ആണ്, അത് അവിടെ നിന്ന് അവിടെ വരെ മൂവ്മെന്റ് ഉണ്ട്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പം ദറ്റ് മൈൻഡ് ഇസ് നോട്ട് എ സൈലന്റ് മൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് ദറ്റ് കണ്ടീഷൻ മൈൻഡ് ആണെങ്കിൽ അവിടെ ഓസിലേഷൻസ് ഉണ്ടാവും. ആ തലത്തിലുള്ള പെർസെപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഐഡിയലിസ്റ്റിക് പെർസെപ്ഷൻസ് ആവണം എന്നില്ല. ഇറ്റ് വിൽ ബി മോർ റിയലിസ്റ്റിക്, ലൈക്ക് conforming to the outer perception. ബഹിർമുഖത്വത്തിന്റെ ബേസിസിലുള്ള പെർസെപ്ഷൻ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ആ ഇന്റീരിയർ ഓസിലേഷനോട് റിയൽ എന്ന് പറയാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നത് അവര്. അപ്പൊ അങ്ങനെ അതും റിയൽ ആണെങ്കിൽ, പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏത് മേഖലയിലാണ്, ഏത് മണ്ഡലത്തിലാണ്? സൂക്ഷ്മ മണ്ഡലത്തില് കുറച്ചുകൂടെ ആ ആബ്സല്യൂട്ടിസ്റ്റിന്റെ സ്റ്റാറ്റസ് ഉള്ളിടത്തല്ല ഇത് നടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം
അവിടെ റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടെണ്ണം ഒന്ന് മറ്റേതിനെ എന്താ ചെയ്യുക, മ്യൂച്വലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ബാഹ്യമായിട്ട് നടക്കുന്ന സംഗതിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന മൂവ്മെന്റ് ആണ് ഉള്ളിൽ നമ്മുടെ മനസ്സിൽ നടക്കുന്നത്, അല്ലേ? വ്യാഖ്യാനിക്കാൻ അല്ലേ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ട് മൂവ്മെന്റ് ആകും. അപ്പോ അതാണ് ആന്തരിക മൂവ്മെന്റിന് എസ് എന്ന് പറയുന്നത്. ശരിയാ, ഇറ്റ് ഹാസ് നോട്ട് ഗോൺ ടു ദറ്റ് പ്യുവർ കോൺഷ്യസ്നെസ് ലെവലിൽ പോയിട്ടില്ല, അത്രയും ആബ്സല്യൂട്ട് ലെവലിൽ പോയിട്ടില്ല. എങ്കിലും ഒരുവിധം ആ ജീവഭാവത്തിൽ നിൽക്കുന്നത് ആ ഒരു തലത്തിൽ നമ്മൾ എത്തി. അതിന് ആ മൂവ്മെന്റ് വ്യാഖ്യാനം അത് എസ് എന്ന് പറഞ്ഞു. ആ മൂവ്മെന്റ് എസ് എന്ന് അത് മൂവ്മെന്റ് ആയിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വെക്കാം. അത് ഇൻസൈഡും ഒരു ഔട്ട്സൈഡ് മൂവ്മെന്റ് ഉണ്ട്, ഓസിലേഷൻ ഉണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ എടുക്കുമ്പം one speaks of a movement here as well as there, അകത്തും പുറത്തും. But has the word the same meaning in both the cases? അതായത് മൂവ്മെന്റ് എന്നുള്ള പറയുന്ന ആ വാക്കിന് അത് തുല്യമായിട്ട് അങ്ങനെ ഒരേ സെൻസിൽ ഉപയോഗിക്കാൻ പറ്റുമോ? Why does he ask this? Let us rather say propagation in the first case and transport in the second. കാരണം ഗ്രഹിക്കാൻ പറ്റുന്ന പുറത്തെ ബോഡീസ് കുറച്ചുകൂടെ വലുതായിട്ട് വിചാരിച്ച് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് മൂവ് ചെയ്യുന്ന ആ ഡിസ്പ്ലേസ്മെന്റ് ഗ്രഹിക്കാൻ പറ്റുന്നതും കൊണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയാം. മറ്റേത് സൂക്ഷ്മതലത്തിൽ ആ മൂവ്മെന്റ് നടക്കുന്ന വേവ് രീതിയിലല്ലേ, മെന്റൽ വേവ്സ്. മനസ്സിലായി. അപ്പൊ പ്രൊപ്പഗേഷൻ ട്രെയിനിലാണ് അതും പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് മറ്റേ ആന്തരികമായ ലെവലിലേക്ക്. അപ്പൊ കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നത് അല്ലേ ഇത്? കാരണം ഗുരുജി നമ്മളോട് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ മെന്റൽ വേവ്സ് ക്യാൻ ബി ഓഫ് ദ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ടൈപ്പ്. ചിന്തകൾ അത് തന്നെ അല്ലേ? നമുക്ക് ഒരു സോഫ്റ്റ്വെയർ അകത്തുള്ളത്, അതിനകത്തുനിന്ന് വൈബ്രേഷനും കൊണ്ട് വേവ്സ് വന്നിട്ട് ആ മെന്റൽ വേവ്സ് ആണ് എന്തായിട്ട് രൂപാന്തരപ്പെടുന്നത്? തോട്ട്സ് ആയിട്ട്. അപ്പോ ആ തോട്ട്സ് റിലേറ്റിംഗ് ടു ദ എക്സ്റ്റേണൽ മൂവ്മെന്റ്സ് വേവ്സിന്റെ ഒരു സോഴ്സ് ആകുമ്പം we always say that waves are propagated either in the corpuscular manner or in the wave manner. രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം പിന്നെ ഒരു സെന്റൻസ് പറയുന്നത്. ബട്ട് ദെൻ ദ തിയറി ഓഫ് എമിഷൻ ബീങ് റിജക്റ്റഡ്, അത് ഡിസ്കാർഡ് ചെയ്ത് വരുമ്പം ദ പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റും അങ്ങനെ, ലൈറ്റ് നോട്ട് ബീങ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, one could not expect the speed of light in relation to a system to vary according whether the latter is in repose or in movement. അതിലോട്ട് പിന്നെ വരാം. പക്ഷെ ഈ വാക്ക് ഉപയോഗിച്ചത് എന്തും കൊണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇതും കൊണ്ടാണ്. നമ്മൾ ആന്തരികമായിട്ട് മനോതലത്തിൽ ആയാലും ആ എക്സ്റ്റേണൽ മൂവ്മെന്റിനെ സംബന്ധിച്ച് ഉണ്ടായ ചില ചിന്താ പ്രവാഹങ്ങള് വേവ്സിന്റെ പോലെ ആയിരിക്കും പ്രോപ്പഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോയത്. അതിനാണ് വേവ്സിനെ നമ്മൾ ആ മൂവ്മെന്റിന് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നില്ല, പ്രോപ്പഗേഷൻ ഓഫ് വേവ് അല്ലെങ്കിൽ പ്രോപ്പഗേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പഗേഷൻ ഇൻ ദ ഫസ്റ്റ് കേസ്, അതായത് അകത്ത് നടക്കുന്ന ഓസിലേഷൻ പ്രോപ്പഗേഷനും, പുറത്ത് നടക്കുന്ന അകത്ത് നടക്കുന്ന ഇന്റീരിയർ ഓസിലേഷൻസ് ഓർ മൂവ്മെന്റ് അതിന് പ്രോപ്പഗേഷൻ എന്ന് പറയുന്നു. പുറത്ത് നടക്കുന്ന ഇൻ ദ യൂണിവേഴ്സ് ഓർ ഇവൻ അവേഴ്സ് പെർസെപ്ഷൻ വഴി കണ്ടെടുക്കുന്നത് അത് ട്രാൻസ്പോർട്ട് എന്നും പറയുന്നു. സോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ്. അത് അല്ലാതെ നമുക്ക് വേറെ ഒന്നും എനിക്കത് പിടികിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം.
it will result from our earlier analysis that propagation should be profoundly distinguished from transport. ഇത് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ ഓബ്ജക്ട്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്. പ്രൊപ്പഗേഷൻ could be some energy formula മുന്നോട്ട് പോകുന്നത്. When the theory of emission being rejected, the propagation of light not being a displacement of particles, one could not expect the speed of light in relation to a system to vary according to whether the latter is in repose or movement. Why should it? അതെ അതിന്റെ അത് പറഞ്ഞ അത് വായിച്ചിട്ടുണ്ടല്ലോ. ഇതിന് മുമ്പേ നമ്മൾ വായിച്ചല്ലോ, പറഞ്ഞായിരുന്നല്ലോ മൈക്കൽസൺ മോർലെ എക്സ്പെരിമെന്റും അല്ലേ, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് സ്പീഡ് ഓഫ് ലൈറ്റിന് ഒരു വ്യത്യാസവും വരില്ല. കോൺസെപ്റ്റ് ഡിനൈ ചെയ്യുന്നത്. But one could not expect the speed of light in relation to a system to vary according to whether it is repose or movement. കാരണം അതായത് സ്റ്റിൽ ആണെങ്കിലും മൂവ്മെന്റിലായാലും റീപോസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റില് റിലാക്സ് ആയിട്ട് അങ്ങനെ ഓർ ഇൻ മൂവ്മെന്റ്, ഇത് എന്തായാലും അത് ചലിച്ചോ ചലിച്ചില്ലയോ മാറ്റർ പിന്നെ ആ സിസ്റ്റം അതായത് ഈത്തർ എന്തായാലും അവിടെ ആ സ്പീഡ് ഓഫ് ലൈറ്റ് അത് കോൺസ്റ്റന്റ് ആണ്, ഇറ്റ് ഡസന്റ് വേരി. അപ്പോ അതുപോലെ തന്നെയാണ് ഇവിടെയും അവർ പറയുന്നത്. Why should it take account in an altogether human manner the perceiving and the conceiving of things? Perceptions are done at the what level? Sense level. Conceptions, conceiving of things are done at the mind or higher awareness level. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോ അങ്ങനെ വരുമ്പം ഇത് മനോതലത്തിൽ വൈബ്രേഷൻ തലത്തിലാണോ അല്ലെങ്കിൽ ഒരു ഹയർ ലെവലില് പിന്നെ അവയർനെസ് ലെവലിലാണോ, അതായത് ചലനമുള്ളതാണോ ചലനം. അപ്പം ഈ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു അതാണ് അദ്ദേഹം കണക്ട് ചെയ്യുന്നത്. ഇപ്പോഴാണ് അത് വരുന്നത്. ലൈറ്റ് എന്ന് പറയുന്ന സാധനം, കാരണം ഈവൻ ഈ പറയുന്ന ഈ ന്യൂട്ടോണിയൻ തിയറീസ് 3 പ്രൊപ്പോസിഷൻസ് 3 തിയറിയും ശരിക്കും മാറ്റിമറിച്ച് പിന്നെ റിലേറ്റിവിറ്റി കോൺസെപ്റ്റിലേക്ക് വന്നതും ഇതെല്ലാം അത് കഴിഞ്ഞ് ഫേർദർ ആയിട്ട് അതിന്റെ ലിമിറ്റ്സിന്റെ അപ്പുറം വന്ന് വേവ് തിയറിയിലൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ആ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനാണ്. അപ്പൊ ആ ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് നമ്മൾ മെറ്റാഫിസിക്സിൽ നമ്മൾ എപ്പോഴും പറയുന്നത്. ദാറ്റ് we are going to a dark space so that we reach the end of the tunnel to see that light. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു അനോളജി കണക്ക് ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പം ജസ്റ്റ് അപ്പൊ ആ ലൈറ്റ് എന്ന് പറയുന്ന അതിന് അതൊരു കോൺസ്റ്റന്റ്, നത്തിങ് ക്യാൻ ഇൻഫ്ലുവൻസ് ദാറ്റ്. അപ്പം ദാറ്റ് ഇസ് ബിയോണ്ട് റൂൾ. എഫൾജൻസ് എന്ന് പറഞ്ഞതും അതല്ലേ, അത് തന്നെയാണ്. അപ്പം ഇറ്റ് ഈസ് ഇപ്പൊ നമ്മൾ ഫിസിക്കൽ പ്ലെയിനിൽ അല്ലെങ്കിൽ ഫിസിസ്റ്റിന്റെ പ്ലെയിനിൽ വന്ന റിയലിസ്റ്റിക് പ്ലെയിനിൽ അവർ പറയുന്നുണ്ട് അവിടെ ലോസും എല്ലാ കൺസെപ്റ്റ്സിനും അപ്പുറമായിട്ട് നിന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ്. അപ്പൊ അതിനൊരു മീഡിയം അല്ലെങ്കിൽ ഒന്നും ആവശ്യമില്ല. അപ്പൊ അതേ കണക്ക് തന്നെയാണ് ഇന്ന പ്ലെയിനില് ഉള്ള ആ നിലനിൽക്കുന്ന അബ്സല്യൂട്ട് സ്റ്റാറ്റസ്. അപ്പൊ ഇത് അകത്തും പുറത്തും ഈ പറയുന്ന അബ്സല്യൂട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന, അപ്പൊ അത് ഹ്യൂമൻ അല്ലെങ്കിൽ സെൻഷ്വൽ കൺസെപ്ഷൻസിനോ അല്ലെങ്കിൽ പെർസെപ്ഷൻസിനോ അപ്പുറമാണ്. ഓ എന്റെ ദൈവമേ, ഇതൊക്കെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ തല ഉത്തരം ഒന്ന് ധ്യാനിച്ചാലും പറ്റും.
അല്ല അതാ അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്ന് അവസാനം സ്ഥാപിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇത് തന്നെ നോക്കുമ്പോ ഈ ഒരു പാരഗ്രാഫ് 2 ദിവസമായിട്ട് നമ്മൾ ഇന്നലെ വന്ന് ഇവിടെ നമ്മൾ നിർത്തിയതാണോ ഇന്ന് പിന്നെ ഒന്നുകൂടി ഡിസ്കസ് ചെയ്തപ്പോ വരുന്നേ? അതങ്ങനെ വരുള്ളൂ. അല്ലാതെ അത് നമ്മൾ ഇങ്ങനെ ഈ സാധന ചെയ്തതും കൊണ്ടാണ് ചില കാര്യങ്ങൾ ഈ ഓസിലേഷൻ എന്ന് പറയുന്നതും ഇങ്ങനൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് പിടികിട്ടുന്നത്. അല്ലെങ്കിൽ ഈ ഇതില്ലായിരുന്നെങ്കിൽ നമുക്ക് പിടികിട്ടത്തില്ലായിരുന്നു. കാരണം ഇദ്ദേഹം പറഞ്ഞ തിയറി എന്ന് പറയുന്നത് 2 ലെവലിലും അങ്ങ് അറ്റം നിന്നാലേ കിട്ടുള്ളൂ. അതാണ് അറ്റത്തെ ലെവലിലോട്ട് അദ്ദേഹം പോകുന്നത്. എന്നിട്ട് പറയുന്നത് ഈ എഫൾജൻസിന്, ഈ ലൈറ്റിന്, ഇഫ് യു കൺസിഡർ ദാറ്റ് വൈ ഷുഡ് ഇറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് in an altogether human manner the perceiving and the conceiving of things? It is ever effulgent. It is there in that perception. It is there. It is also there in the conception. Only we will be differentiating between that. That is all. That is ever effulgent. നോർമേറ്റീവ് പ്ലെയിനിൽ വന്ന അബ്സല്യൂട്ട് സ്റ്റാറ്റസിന്റെ ഒരു ഇതിലാണ് അബ്സല്യൂട്ട് സ്റ്റാറ്റസിലോട്ട് വന്നു. അപ്പോ അതാണ് ഇദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നമ്മൾ അവസാനം കൊണ്ടുപോയി എത്താൻ പോകുന്നത് ആ ഒരു എഫൾജൻസിലോട്ട്. അതായത് using the relativity theory being applied to the body, you can even take the human body, and in that perspective getting it to the കളർ എന്ന് ഒക്കെ പറഞ്ഞത് ശരിക്കും പറയുന്നത് ഇപ്പം ലൈറ്റ് ആണെങ്കിലും ഇത് പറഞ്ഞാലും അതിൻ്റെ അകത്ത് നമ്മളെ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞ ഇപ്പൊ കളർ തന്നെ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു മിഥ്യയാണ് ശരിക്കും. കാരണം അത് ഒറ്റ കളറേ ഒറ്റ ഇതേ ഉള്ളൂ. അപ്പം അത് തന്നെ ഒരു മിഥ്യയാണ്. പക്ഷെ അതിൽ ഈ ഫ്രാഗ്മെന്റേഷൻ നടക്കുമ്പോഴാണ് എന്താണ് വരുന്നത്, വി സീ ഡിഫറെന്റ് തിങ്സ്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഇന്നറിലുള്ള ഒരു ഫ്രാഗ്മെന്റഡ് മൈൻഡ് വരുമ്പോഴത്തേക്ക് ഉള്ള പ്രശ്നം വരുന്നത്. പക്ഷെ ഇത് ഒന്നേ ഉള്ളൂ, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നേ ഉള്ളൂ. അപ്പം ഈ രണ്ടിടത്തും ഈ ഓസിലേഷൻ അതാണ് ഈ പറയുന്ന റിലേറ്റിവിറ്റി തിയറിയുടെ ലിമിറ്റേഷൻസും അദ്ദേഹം പറയാം. കാരണം റിലേറ്റിവിറ്റി തിയറി അതാണ് ഇനി ഫർദർ ഇനിയുള്ള ഡിസ്കഷൻസിൽ അതാണ് വരുന്നത്. അതാണ് സിസ്റ്റമും ഫ്രെയിം ഓഫ് റെഫറൻസും. അപ്പൊ ടെട്രാഹൈഡ്രൺ നമ്മൾ എടുക്കുമ്പം തന്നെ നമ്മൾ ഓരോ പോയിന്റ്സ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ആധാരപ്പെടുത്തിയതാണ് കൊടുക്കുവാണ്. ദാറ്റ് യു ആർ ആ ഹൈപ്പോത്തസിസിലാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് യു ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നോ മോഷൻ ഓർ അത് സി അങ്ങനെ ഒരു സത്യം നമുക്ക് ഇല്ല. കാരണം ആ ഒരു ഇത് ഇപ്പം നമുക്ക് ഇപ്പം ഈവൻ ഒരു സ്റ്റേറ്റ് ഓഫ് നോ മോഷൻ ഇപ്പൊ എർത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെയും അതിനെ തന്നെ നമുക്കൊരു സിസ്റ്റമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതെ, അത് അപ്പോ അവിടെയും നമ്മുടെ അവിടെ ഒരു നല്ല രസമുണ്ട്. അവിടെയും ആ ഒരു മോഡൽ എടുത്തിട്ട് അതിനകത്തെ ആ ടെട്രാഹെഡ്രന്റെ പടം അറിയാമല്ലോ എങ്ങനെയാണെന്ന്. അതായത് തറയും ഒരു ട്രയാങ്കിൾ ആണ്. ആ തറയുടെ മുകളിൽ ഉള്ള 3 സർഫസസും ട്രയാങ്കുലർ ആയിട്ട് വന്നിട്ട് മുകളിൽ വന്ന് അവിടെയാണ് ഇദ്ദേഹം പറയുന്ന ഒബ്സർവർ വരുന്നത്. ഒബ്സർവറിന്റെ പൊസിഷൻ അവിടാണ്. എന്നിട്ട് അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോ അപ്പം എന്നിട്ട് അത് ഈ റിലേറ്റീവ് മോഷനെ അത് കണ്ടുപിടിക്കുന്നു അല്ലേ, നോക്കുന്നു. അപ്പൊ അവിടെയും ഇതുപോലെ ഒരു ഫിലോസഫിക്കൽ ഇതെടുത്തിട്ട് ആ ഒബ്സർവർ ഇപ്പം തിയറി അതാ പറഞ്ഞത്. തിയറി ഓഫ് റിലേറ്റിവിറ്റിയില് നമ്മൾ പറഞ്ഞില്ലേ, ഒരു ചലിക്കുന്ന ഒരു പിന്നെ ക്ലോക്ക് ഉണ്ടെങ്കിൽ
ഒബ്സർവർ പിന്നെ സ്റ്റാൻഡിങ് സ്റ്റിൽ ദ ടൈം ടൈം ഡയലേഷൻ, അതായത് ക്ലോക്ക് ചലിക്കുന്ന ക്ലോക്കിന് ടൈം കുറവായിരിക്കും 2 minutes. മറ്റേ അപ്പൊ ഒബ്സർവർ ഉണ്ട് അവിടെ, മൂവ്മെന്റ് കാണുന്നു. അപ്പോ ഈ മൂവ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സർവർ, അടുത്തത് ഒബ്സർവറിന്റെ ആ ആസ്പെക്ടിലോട്ട് വന്നിട്ട് അവിടെയും ഇതുപോലെ ഫിലോസഫി അപ്ലൈ ചെയ്തിട്ട് മറ്റേടത്തോട്ട് ചെന്നെത്തിക്കാനാണ് നോക്കുന്നത്. ഈ ബർഗ്സൺ is doing that also now. So we will do that in the next class, how he goes from there to the other level, that high level. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ഒബ്സർവർ വരുന്നുണ്ട്. അന്നേരം ഒരു മോഡൽ ഹൈപ്പോത്തസിസ് പോലെ നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് അവിടെ ആ വെർട്ടിക്കലില് അങ്ങേയറ്റം പോയി മുകളിലിരിക്കുന്ന ആ പോയിന്റ് പോലെ അവിടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ സ്പേസിന്റെ ലിമിറ്റേഷനും ഒക്കെ അതൊക്കെ ഇവിടെ കൺഫൈൻ ചെയ്യുന്ന ഈ മോഡലിനകത്തെന്നുള്ളത് പറഞ്ഞിട്ട് നമുക്കപ്പോ നാളെ ആ പാട്ട് ചെയ്യാം. ശരിക്കും ഇത് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ എടുത്തത്. പക്ഷേ അതൊരു പാരഗ്രാഫ് ഉള്ളതെന്ന് വിചാരിക്കും, പക്ഷെ അതിനകത്ത് ഡീപ്പ് മീനിങ് ഉണ്ട്. ഭയങ്കരമായിട്ട് വളരെ അതിന്റെ കോറായിരുന്നു അത്. അതുകൊണ്ടാണ് നമുക്കത് അതിൽ നിന്നും പോകാൻ പറ്റാത്തത്. കാരണം ഇന്നലെ നമ്മൾ അവസാനം നിർത്താനായിട്ട് ആ മെയിൻ പാർട്ട് സ്കിപ്പ് ചെയ്ത് പോയി. പക്ഷെ ഇന്ന് അറിയാതെ നമ്മൾ അതിലേക്ക് പിന്നെയും വന്നു. അല്ല, കാരണം അത് പൂർത്തീകരിച്ചില്ലായിരുന്നു. അപ്പൊ കണ്ടില്ല, ഇതോട് ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ ഹോൾസം ലൈറ്റ്, കോമ്പണന്റ് കളേഴ്സ്, ഫ്രാഗ്മെന്റേഷൻ, ഇങ്ങനെ വേർഡ്സ് എല്ലാം കീ വേർഡ്സ് ഒക്കെ പുറത്ത് വന്നില്ലേ, ആ കണക്ഷൻ. അപ്പൊ ആ ഫ്ലോ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടിയില്ലേ. കുറച്ചങ്ങ് പറഞ്ഞു പോയാലോ. അപ്പൊ ടെട്രാഹെഡ്രനിന്റെ കാര്യം വരുമ്പം കുറച്ചുകൂടെ ഒന്നുകൂടെ എന്താണോ അത് ചുരുക്കണം. നമ്മൾ ആ മെയിൻ പോയിന്റ് എവിടാണ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ചുരുക്കിയിട്ട് ആ കണക്ടിങ് പോയിന്റ് കൊണ്ടുവന്നാൽ കുറച്ചുകൂടി പെട്ടെന്ന്. ശരിക്കും ഞാൻ അത് ഇങ്ങനെ ഈ പറയുന്ന കുറച്ച് പറഞ്ഞോളൂ, നമുക്ക് നോക്കാം. പിന്നെ നാളെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഒന്ന് എത്രയും മനസ്സിലാക്കിയതെന്ന് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മള് ഒരു ടെട്രാഹൈഡ്രൻ നമ്മൾ എടുക്കുവാണ്. ഈ പറയുന്ന പോയിന്റുകളെല്ലാം ഇതിന്റെ അകത്തും ഉണ്ട്. അപ്പം ഈ പോയിന്റില് ഇപ്പൊ റിലേറ്റിവിറ്റി വെച്ചപ്പോ ഒബ്സർവർ അതിന്റെ വെർട്ടെക്സിൽ വരുന്നു. പിന്നെ ഈ ഓരോ പോയിന്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു പോയിന്റ് റിലേറ്റീവ് ആയിട്ടാണ് നമ്മൾ നോക്കല്. അപ്പൊ ടെട്രാഹൈഡ്രന് ഒരു പോയിന്റ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ മൂവ്മെന്റ് ഇല്ലാതെ നമ്മൾ വെക്കുന്നു. എന്നിട്ട് അതിന്റെ റിലേറ്റീവ് ആയിട്ട് ആണ് നമ്മൾ. അപ്പം ശരിക്കും നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടാണ് നമ്മൾ അത് മോഷന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. അങ്ങനെ നമുക്കൊരു ഇൻഫിനിറ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അത്. അപ്പൊ ആ ടെട്രാഹൈഡ്രൻ തന്നെ നമുക്ക് ഇപ്പൊ എർത്ത് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് ആ ടെട്രാഹൈഡ്രന്റെ കോൺസെപ്റ്റ് കൊടുത്ത ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് നമുക്ക് കൊടുക്കാം. അപ്പം ഫിസിക്സിൽ എന്താണ് ചെയ്യുന്നത്, ശരിക്കും അവിടെ ഒരു അത് അബ്സല്യൂട്ട് അല്ല എന്ന് പറയുന്നത് അവിടെ ഒരു ഹൈപ്പോത്തസിസ് കൊടുക്കുവാണ്. ദാറ്റ് ഇസ് ദിസ് ഇസ് നോട്ട് ഇൻ മൂവ്മെന്റ്. അപ്പൊ അത് എത്രമാത്രം ശരിയാണ്? അതൊരു വെറും ഒരു ഹൈപ്പോത്തസിസ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഈ ഓസിലേഷൻ, പിന്നെ ഇദ്ദേഹം then oscillate when the physicist puts into movement the system of reference. It means that on this the privilege of some object in relation to other, but the one cannot move in relation to one. Immobility will be by its definition the state of the observatory where one places oneself through thought. That exactly is tetrahedron of reference. അപ്പൊ തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ അത് കൊണ്ടുവയ്ക്കുന്നത്, ഈ മൂവ്മെന്റ് ഇല്ലാതെ. ഷുവർലി നത്തിങ് വുഡ് പ്രൊഹിബിറ്റ് ദ സപ്പോസിഷൻ അറ്റ് എ ഗിവൺ മൊമെന്റ് ദാറ്റ് ദ സിസ്റ്റം ഓഫ് റെഫറൻസ് ഈസ് ഇറ്റ്സെൽഫ് ഇൻ മൂവ്മെന്റ്. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ എന്തിനാണോ റെഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത് അത് തന്നെ ആക്ച്വലി മൂവ്മെന്റ് ആണ്. ഫിസിക്സ് ഹാസ് വെരി ഓപ്പൺ ആൻഡ് ഇൻട്രസ്റ്റ് in making it so that the theory of relativity could fit itself without difficulty into this കാരണം അതൊരു വെറും ഹൈപ്പോത്തസിസ് മാത്രമാണ്.
when the physicist puts into movement the system of a reference, it means that he is choosing provisionally another system for reference, which would then become immobile. കണ്ടോ? അപ്പൊ രണ്ടെണ്ണം വരുന്നു അവിടെ. അപ്പൊ ഇതിന്റെ ഒരു റെഫറൻസ് വെച്ചിട്ട് അടുത്തതിലേക്ക് പോകുമ്പോഴത്തേക്ക് മറ്റേത് മൂവ്മെന്റിലായി. അതുവരെ മറ്റേത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. It is true that the second system would be put into motion by thought in turn, without thought necessarily choosing its habitat in a third one. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. അത് ഹൈപ്പോത്തസിസ് ആണ്. ഈ ഓസിലേഷൻ then it oscillates between the two. അതാണ് എനിക്ക് മനസ്സിലായത്. By coming and going, which are so rapid that it goes that it could give itself the illusion of keeping both of them in. ഈ ഓസിലേഷൻ എന്ന് എനിക്ക് ആ ഒരു കോൺസെപ്റ്റ് ഒരു പിടി അല്ല, അത് ഇത് സാരമില്ല. ഇത് പിന്നെ ഇതൊരു മോഡൽ അവരുണ്ടാക്കിയിട്ട്, ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ അസ്യൂം ചെയ്യല്ലേ. ഈ റെസിപ്രോസിറ്റിയെ കുറിച്ച് ഹൈപ്പോത്തസിസ് ഓഫ് റെസിപ്രോസിറ്റി മനസ്സിലാക്കാൻ ആയിട്ടുള്ള ഒരു ശ്രമമല്ല ഇത്. അപ്പോ പിന്നെ ചില ടേംസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വേണ്ടിയതിന് വേണ്ടി അവരൊരു സിസ്റ്റം ഓഫ് റെഫറൻസ് അവരുണ്ടാക്കുകയാണത് റെസിപ്രോസിറ്റി മനസ്സിലാക്കാൻ. അപ്പൊ ഇറ്റ് ഈസ് സംതിങ് വിച്ച് ദേ ഹാവ് ക്രിയേറ്റഡ്. The scientists have made up, the physicists have made up. So അങ്ങനെ വരുമ്പം ആ ഫ്രെയിം വർക്കിന് തന്നെ ഒരു you cannot just depend on it like that. It means two of them are coming. In that case, what will happen, the meaning is that move അങ്ങനെ വരുമ്പം ആ തരം ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ആ സംഗതി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത് പോലെ ആണോ, രണ്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമോ, ആ രീതിയിൽ ചിന്തിക്കണം. അതായത് ആ റിലേറ്റിവിറ്റി അങ്ങനെ കൺസിഡർ ചെയ്യണോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. Is it true that the second system could be put into motion by thought in its turn, without thought necessarily choosing its habitat in a third one? അപ്പോ ഈ രണ്ട് മോഡലിന്റെ ഇടയ്ക്ക് നമ്മുടെ ചിന്തയും ഇതിനകത്ത് ഫ്രെയിം വർക്കിൽ നിൽക്കുമോ? Then it oscillates between the two, immobilizing them in turn by its coming and goings, which are so rapid that it gives a new illusion of keeping both of them in motion, one as well as the other. It is in this precise sense that we shall speak of a system of reference. അപ്പൊ ഇങ്ങനത്തെ ഒരു റെഫറൻസിനെ കുറിച്ചാണ് അവര് പറയുന്നത്. പക്ഷെ ഇനിയും അടുത്തോട്ട് പോകുമ്പം ഇനിയും ഇൻവേരിയബിൾ സിസ്റ്റം, ദിസ് ഇസ് വേരിയിങ് സിസ്റ്റം, ഇനിയും അവർ ഇൻവേരിയബിൾ സിസ്റ്റത്തിലോട്ട് പോകണം, ഓർ സിംപ്ലി എ സിസ്റ്റം. ആ പോയിന്റിലോട്ട് പോകണം. Invariable system or simply a system, or groups of points which conserve the same relative position and which are therefore immobile in respect of one another. And then after that, the earth is a system. Doubtless a multitude of displacements and changes throw themselves at the surface and hide in the interior, but these movements takes place within a fixed order. That is to say that one could find on the surface of the earth as many points as one could desire, each fixed in respect of the other, and relate oneself only to these. The events that would take place during the interval passing them to a state of simple representation will be nothing more than images represented as paintings in themselves, successively in the consciousness of the motionless observer at these fixed points. കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് അത് എങ്ങനെയാണെന്ന്. അതൊന്നുകൂടെ ഈ പോയിന്റ് വരെ നമുക്ക്, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് കുറച്ചുകൂടെ ഉണ്ട്. ടൈം ആൻഡ് സ്പേസിനോട് റിലേറ്റ് ചെയ്തിട്ട് ഇതിനി മുന്നോട്ട് പോകണം. ടൈം പീസസ് ഓഫ് ദ ഒബ്സർവർ ആൻഡ് ദ സ്പേസ് ഓഫ് ദ ഒബ്സർവർ, അത് കുറച്ചുകൂടെ ഉണ്ട്.
അപ്പോൾ അത് നമുക്ക് നാളത്തേക്ക് വെക്കാം. രക്ഷയില്ല. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം എന്ന് പറഞ്ഞാൽ രണ്ട് മോഡൽസ് മാറ്റിയിട്ട് പിന്നെ മറ്റേതിലോട്ട് വരണം. അത് വിത്ത് റെഫറൻസ് ടു ദി സ്പേസ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രന്റെ പോയിന്റ്സ് എന്ന് പറയുന്നത് എർത്തിന്റെ മൾട്ടിറ്റ്യൂഡ് ഓഫ് പോയിന്റ്സ് ശരിക്കും കോൺസ്റ്റന്റ് ഇതിൽ തന്നെ നിൽക്കുവാണ്, വിത്തൗട്ട് മോഷൻ നിൽക്കുവാണ്. മൾട്ടിറ്റ്യൂഡ് ഡിസ്പ്ലേസ്മെന്റ് ഈച്ച് ഷോസ് ദംസെൽഫ് അറ്റ് ഇറ്റ് സർഫസ്. അപ്പൊ ഈ ഇതിന്റെ അകത്തും പുറത്തും ആ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. വിത്തിൻ എ ഫിക്സഡ് ഓർഡർ, ആ ഒരു ഓർഡറിൽ തന്നെ. ദാറ്റ് ഇസ് സേ we should find on the face of earth as many fixed points as we could desire. He is fixed in respect of the other. Adam correct, okay, and relates oneself only to these. The events that would take place during the interval passing them to a state of symbol representation will be nothing more than image. അതാണ് മനസ്സിലാവാത്തത്. അതിങ്ങനെ തന്നെ. എന്താണ് പെർസെപ്ഷൻസ് അല്ലേ? ഒരു പടം പോലെ കാണുന്നു. വിഷ്വലൈസേഷൻ അല്ലേ? ഇമേജസ് എടുക്കുന്നതല്ലേ? സംഭവിക്കുന്നത് എന്താണോ വിത്ത് റെസ്പെക്ട് ആ ഒബ്സർവർ അവിടെ നിന്നുകൊണ്ട് ഫ്രം ഹിസ് പോയിന്റ് ഹി ഈസ് സീയിങ് വാട്ട് ആർ ഓൾ ദ what you call that events taking place around him. He is the observer and successfully in the consciousness of the motionless observer at this fixed point. അപ്പോൾ ഈ ടെട്രാഹെഡ്രന്റെ മുകളിലത്തെ പോയിന്റ് പോലെ ഈ ഓരോ ഒബ്സർവറിനെ എടുത്താൽ മറ്റെല്ലാ പോയിന്റ്സും ടെട്രാഹെഡ്രന്റെ ഉള്ളിലുള്ള വരുന്നതായിട്ട് സങ്കല്പിക്കണം. പിന്നെ അങ്ങോട്ട് ഇനിയും പോണം. അങ്ങനെ വരുമ്പം അതാണ് എനിക്ക് ഈ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടെട്രാഹെഡ്രൻ പോലെ ചിന്തിക്കണോ എന്നാണ് ഒന്നുകൂടെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അതായത് ലോക്കലൈസേഷൻ, അതാണ് ലോക്കലൈസ് ചെയ്യണോ എന്താണോ മാറ്റം. അതാണ് കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്, ഇനിയുണ്ട് കുറച്ചുകൂടി വായിക്കാനുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഒരു 3-4 തവണ വായിച്ചാലേ അത് ശരിയായിട്ട് കിട്ടുള്ളൂ. ഇതാ 8-10 വർഷം വായിച്ചിട്ട് അപ്പൊ അതാണ് ഇവിടെ വരെ ഒരു റീഡിങ് ടുഗദർ വി ഡിഡ് അബൌട്ട് ദ ടെട്രാഹെഡ്രൻ. ടെട്രാഹെഡ്രനെ കുറിച്ച് കുറച്ചുകൂടെ ഉണ്ട് പറയാനുണ്ട്. അതായത് ഒബ്സർവേഴ്സ് എന്ന് പറയുമ്പം പല തരത്തിലുള്ള മൾട്ടിപ്ലിസിറ്റി ഓഫ് ഒബ്സർവേഴ്സ് വിൽ ബി ദർ. മീൻ വാട്ട് അബൌട്ട് ദ ടെട്രാഹെഡ്രൻ മോഡൽ? അപ്പൊ അവിടെ എന്താണ് അതിനകത്തെ ലിമിറ്റേഷൻ, അതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് ഇപ്പൊ ഈ പറഞ്ഞ എർത്ത് എന്ന് പറഞ്ഞ ഫ്രെയിം ഓഫ് റെഫറൻസില് എത്ര വേണം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടെട്രാഹൈഡ്രൻസ് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ അതിന്റെ അകത്ത് ഈ ഒബ്സർവർ ഏതൊരു പ്ലെയിനിൽ വന്ന് നിന്നാൽ തന്നെയും ഈ എനിക്ക് ആ ഇമേജസിന്റെ ആണ് അപ്പൊ എനിക്ക് അത് പിടികിട്ടി. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ പോയിന്റ് വരുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് ഇമേജസ് വുഡ് ബി within that framework of the tetrahedron. Consciousness of the motionless observer at this fixed point. അതായത് ടെട്രാഹെഡ്രന്റെ അങ്ങേ അറ്റത്തെ മുകളിലെ പോയിന്റ് അതാണുള്ളത്. ദാറ്റ് ഈസ് ആ മോഡൽ അവർ എടുക്കുമ്പോൾ ആദ്യമേ അവർ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സമ്മിറ്റ് ഓഫ് ദിസ് ടെട്രാഹെഡ്രൻ വിൽ ജനറലി സെർവ് ഹിം ആസ് ആൻ ഒബ്സർവേറ്ററി. അപ്പൊ അത് അവന്റെ പിന്നെ ആ ഒബ്സർവേറ്ററി എന്ന് പറയുന്നത് അതായിരിക്കും മറ്റേ നമ്മളെ വെർട്ടിക്കൽ ആക്സിസിന്റെ അത് തന്നെ അതിലോട്ട് പോകാനാണ് ഇത് അടുത്ത മോഡൽ. അത് തന്നെ ഞാൻ അതാ പറഞ്ഞത്. ഈ മോഡൽ വെച്ചിട്ട് ഇനി ബെർഗ്സൺ ആ ഒരു തലത്തിൽ ചെന്നിട്ട് ഫിലോസഫിക്കൽ ഇതും എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ആ പോയിന്റിൽ ചെന്നെത്തും. കാരണം ഈ പറയുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് അതിന്റെ അകത്ത് ഇമേജസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇമേജസ് ശരിക്കും. അപ്പൊ ആ പറയുന്നത് അത് റിലേറ്റീവ് ആയിട്ട് നിൽക്കുവാണ് ആ മോഷൻസ് എല്ലാം. അപ്പം അത് എത്ര മാത്രം വേണമെങ്കിലും നമുക്ക് അതിന്റെ അകത്ത് പോയിന്റ്സും നമുക്ക് അതിന്റെ അകത്ത് തന്നെ ഇപ്പൊ ടെട്രാഹെഡ്രൽ തന്നെ വി ക്യാൻ ഗീവ് ഇൻഫിനിറ്റ്.
ബട്ട് അതിനെ പ്യുവർ ആയിട്ട് നിൽക്കുന്നത് ആ മുകളിലുള്ള. അപ്പൊ ആ കോൺഷ്യസ്നെസ്സിലാണ് ഈ ആബ്സല്യൂട്ട് സ്റ്റാറ്റസിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ സ്വാമിയമ്മേ? അല്ലാതെ എന്ത് പറയാന്? ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. We bow humbly bow and surrender before ourselves to the all and ever pervading effulgence of the absolute. Love. Hari Om.